എന്നതായിരുന്നു നിന്റെ പേര്? എന്റെ പഴയ പേര് നാഗപ്പൻ എന്നാണ്. ഇപ്പോഴോ? ഇപ്പോഴത്തെ പേര് നാഗപ്പൻ എന്നാ. അപ്പൻ പോയില്ലേ? അപ്പം വീട്ടിലുണ്ട്. നിന്നോടല്ല, ഇനി ഇവളെ പറഞ്ഞു വിട്ടേക്ക്. അകം പണിക്ക് ഞാൻ വേറെ ആളെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നാളെ മുതൽ ഞാനും ഇച്ചായനും ഇങ്ങോട്ട് താമസം മാറ്റുവാ. ഇന്നിപ്പോ നേരെ വന്നത് ഇച്ചായന്റെ വീട്ടിലേക്കാ. പെട്ടികളൊക്കെ അവിടെയാ. നീ ഇച്ചായനും കൂട്ടി പോയി അതൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ജോണിച്ചാനും ക്ലാര ചേച്ചിയും മോളിലുണ്ട്. ചേച്ചി മോളിലേക്ക് ചെല്ല്, അവര് തിരക്കി. അതിന് ഞാൻ എന്നത്തിനാണ് അങ്ങോട്ട് കയറി പോകുന്നത്? അവര് കാനഡയിൽ നിന്ന് പറഞ്ഞു വന്നവരാണെങ്കിലേ ഞാൻ ജർമ്മനിന്ന് പറഞ്ഞു വന്നോളാ. അവർക്ക് എന്നെ കാണാൻ ഇങ്ങോട്ടും വരാം. അയ്യോ, അപ്പം മരിച്ചു അറിഞ്ഞു 4 തവണയാ ഞാൻ ജോണിക്കുട്ടിയും ക്ലാരയും വിളിച്ചത്. അതറിഞ്ഞിട്ട് ഒരു തവണ പോലും അവരെന്നെ തിരിച്ചു വിളിച്ചോ? അങ്ങനെയുള്ളിടത്ത് ഇവള് പോണോ? നീ പോണ്ട, അവളെ പട്ടി പോവാടാ. എന്നാ ചെല്ലേ. ത്രേസ്യ വന്നെന്നാ തോന്നുന്നേ. താഴെ അവളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. വേണ്ട, അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കാണാൻ. നമ്മള് വിമാനത്തിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ. അവക്ക് ഇങ്ങോട്ട് വന്ന് കണ്ടാലെന്താ? നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങും മനുഷ്യ. ഇനി കിടന്ന ഉറക്കം വരില്ലെന്നേ. ആ, കണ്ണ് അമർത്തി അടച്ചാ മതി, ഉറക്കം താനേ വരും. ഞാൻ വന്നെന്ന് മോളിൽ ചെന്ന് അവരോട് പറയടാ. അങ്ങ് ക്യാനൂടയിൽ പറന്നു വന്ന ക്ഷീണം കൊണ്ട് അവർ അത്യാസന്ന നിലയിൽ കട്ടിൽ കിടക്കുക. പുറമേ നിന്നുള്ള സന്ദർശകർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, അകത്തുള്ളവർക്ക് ചെല്ലാം. അപ്പനെവിടാ? എനിക്ക് അപ്പനെ കാണണം. പേടിക്കണ്ട, ഓട്ടോമാറ്റിക്കാ. കുറച്ചു നേരം ഇങ്ങനെ പൊങ്ങി നിൽക്കും, പിന്നെ അങ്ങ് താനെ താഴും. എന്റെ ബുദ്ധിയാ. അല്ല, കൃഷ്ണനുണ്ണിയുടെ. എന്തേ? പിന്നെ കഴുത്തിനൊരു പിടുത്തം പോലെ. ചാച്ചനെ കാണുമ്പോ ചത്തുന്ന് വലിയ വിശ്വാസം പോരാ. നിങ്ങക്ക് വട്ട. ജർമ്മനിയിലെ ആശുപത്രിയിൽ ഞാൻ ഇതുപോലെ എത്ര ശവം കണ്ടതാ. അതും അപ്പനേക്കാൾ ഉഷിലുള്ള സായിപ്പന്മാര്. ചിലതൊക്കെ ഒരു 200 കിലോ കാണും. അപ്പൊ നിനക്ക് പേടി തോന്നൂലയോ? എന്നാത്തിനാ? മരിക്കുന്നത് വരെ പേടിച്ചാ പോരെ അപ്പനെ? മരിച്ചു കഴിഞ്ഞാലും പേടിക്കണോ? അല്ല, ഇതെവിടുന്ന് അപ്പന് ചുവന്ന മോതിരം? എന്തൊരു പിടുത്ത! അപ്പന് നല്ല ശക്തിയുണ്ട്. എടി, സൂക്ഷിച്ചു വലി. ഐസിലിട്ടതാ, വിരലൂരി പോരും. അയ്യോ, ആരോ വരുന്നുണ്ട്. എന്റെ അപ്പ, എനിക്കൊന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ. എന്റെ അപ്പ, എന്റെ അപ്പ, എത്ര പെട്ടെന്ന് എന്റെ അപ്പനെ പോയി കളഞ്ഞേ. ഒരു അസുഖമില്ലായിരുന്നാണല്ലോ എന്റെ അപ്പ. കർത്താവേ, ഇത്ര ചെറുപ്പത്തിൽ എനിക്ക് അപ്പനില്ലാതായി പോയല്ലോ എന്റെ അപ്പ. എന്നെ പലവട്ടം ഫോണിൽ വിളിച്ച് കരഞ്ഞതാ. ത്രേസ്യ കൊച്ചി, നീ എളുപ്പം വരണ്ടേന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ത്രേസ്യ കൊച്ചിന് വരാൻ പറ്റിയില്ലല്ലോ. അപ്പൻ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കരഞ്ഞത് മുഴുവൻ വേസ്റ്റ്. മനുഷ്യന്റെ തൊണ്ടയും പോയി. അയ്യോ, നില്ലടി, എന്നെയും കൂടെ കൊണ്ടുപോ. നമ്മളെ കണ്ടപ്പോ അപ്പനെ കെട്ടിപ്പിടിച്ച് നമ്പർ ഇട്ടതാ. മരിച്ചിട്ടും അപ്പൻ വിരല് താഴ്ത്തിയിട്ടില്ല. അത് താഴില്ല. ഈ മോതിരം ജോണി അപ്പന് വാങ്ങിക്കൊടുത്തേ. മോതിരം പോയിട്ടൊരു മുട്ടായി പോലും ഞാൻ ഇതുവരെ അപ്പന് വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇനി വാങ്ങിക്കൊടുക്കാനും പറ്റത്തില്ല. അപ്പം പോയില്ലേ? നീ അപ്പനെ മുത്തണില്ലേ? ഇപ്പോഴെന്തിനാ മുത്തുന്നേ? അടക്കുമ്പോ മുത്തിയാ പോരെ.